ഹലോ. അങ്ങനെ നാട്ടിൽ നിന്ന് വന്ന ക്ഷീണൊക്കെ മാറി ഞങ്ങളിത് ഫ്രഷായിട്ട് രാവിലത്തെ പരിപാടികൾ തുടങ്ങുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. എഗ് ആൻഡ് ചീസ് മഫിനാണ് ഉണ്ടാക്കുന്നത്. ടാനിക്ക് ഓട്സ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരു ബുൾസയും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് രാവിലെ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങൾ വീട്ടിലിരിക്കുന്നില്ല. ഇന്ന് ടാനിക്ക് ഒരു സർപ്രൈസാണ്. ഹെലികോപ്റ്റർ കയറാൻ പോവാണ് കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷെ ടാനിക്ക് എന്തായാലും ഇഷ്ടമാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്ലൈയിങ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും. ഹെലികോപ്റ്റർ, എയ്റോപ്ലെയിൻ, ഡ്രോൺ, അങ്ങനത്തെ എല്ലാ ഐറ്റംസിനോട് അവൻ ചെറുപ്പം മുതലേ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും അവന് ഇഷ്ടമാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. ഇവിടെ 2 വയസ്സ് വരെ നമുക്ക് കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. അപ്പോൾ ടാനിയുടെ ബർത്ത്ഡേ ആവാനായിട്ടുണ്ട്. അതിനു മുന്നേ തന്നെ പോയി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ടാനീനെ ഫ്രഷാക്കി ഞങ്ങളെല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വെതർ ഇപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാനായല്ലോ. അപ്പോൾ ഇതാ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് തുടങ്ങുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഇനിയിപ്പോൾ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ഫുൾ ഇലകൾ കൊഴിയാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നല്ല പണിയായിരിക്കും ഇനിയുള്ളത്. ഇനി നമ്മൾ ഈ ഇല വാരുന്നത് കാര്യം കുറച്ച് കഷ്ടമാണ്. ഈ ഒരു സീസണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ല സുഖമുണ്ട്. നാട്ടിൽ ഭയങ്കര ചൂടായിരുന്നു. ആ ചൂടിൽ നിന്ന് ഈ തണുപ്പത്തൊക്കെ വന്നപ്പോൾ നല്ലൊരു സുഖം. അങ്ങനെ ഇറങ്ങാൻ നിന്നപ്പോഴാണ് സെമി പറഞ്ഞേ സെമിക്ക് കാറൊക്കെ ഒന്ന് ഉള്ളിൽ വാക്യൂം ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ അതുവരേക്ക് ഞാനും ടാനും ഇതാ പുറത്ത് ഇങ്ങനെ നടന്നു. ടാനിക്ക് 25 പോകണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ വീടിനെ തൊട്ടടുത്താണ് കേട്ടോ പാർക്ക്. ഇപ്പോൾ പോവാൻ ടൈമില്ല, നമുക്ക് പോയി വന്നിട്ട് പോവാന്ന് പറഞ്ഞ് ആളെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അവനത് മറന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അവൻ മറന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. 2 മാസം നാട്ടിൽ നിന്നല്ലായിരുന്നു. അപ്പോൾ ഇവിടെ പാർക്കും കാര്യമൊക്കെ അവൻ മറന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആൾക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഇനി ഇതായാലും ഞങ്ങൾ പോവാൻ റെഡിയായി. ഇനി ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത് നയാഗ്ര ഫാൾസിലാണ് കേട്ടോ ഈ ഹെലികോപ്റ്ററിൻ്റെ സംഭവം ഉള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ നേരെ ഇനി അങ്ങോട്ട് പോവാണ്. ടാനി പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല എൻജോയ് ചെയ്തിരിക്കണേ. അവന് എന്തായാലും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകളൊക്കെ. അപ്പോൾ നല്ല ഡാൻസും കാര്യമൊക്കെ ആയിട്ട് ആൾ അടങ്ങിയിരിക്കുന്നുണ്ട്. കാർ സീറ്റിൽ ഇരിക്കാൻ ഇപ്പോൾ ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആൾ ഇരുന്നോളും. നാട്ടിൽ പോയിട്ടും അവന് കാർ സീറ്റില്ലെങ്കിലും ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അവന് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ടാനി ഇവിടെ തന്നെ അവന് മനസ്സിലായിക്കണം കേട്ടോ. എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ടപ്പോൾ തന്നെ ബുവാന്ന് പറയുന്നുണ്ട്. അവന് ബുവാന്നാണ് ഹെലികോപ്റ്ററിന് പറയാറുള്ളത്. ഞങ്ങൾക്ക് 2 പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 5 പേരുണ്ടെങ്കിൽ അവർ ഈ നമ്മൾ ഒരു റൈഡ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി 2-3 പേരെയും ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇവരിവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറയണേ. നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്തത് അവർ തരും. ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ പ്രിൻറ്റും തരും. അപ്പോൾ ഞങ്ങളിതാ അകത്ത് കയറിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ ഇതിൽ കയറിയപ്പോൾ. കാരണം ഹെലികോപ്റ്റർ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. പക്ഷേ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ നയാഗ്ര ഫാൾസ് കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. US സൈഡിലൂടെയും എല്ലാം ഇവർ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട് കേട്ടോ. 15 മിനിറ്റിൻ്റെ റൈഡാണ് ഇപ്പോൾ ഇവർ നമുക്ക് തന്നിട്ടുള്ളത്. 15 മിനിറ്റ് പെട്ടെന്ന് പോയ പോലെ തോന്നി. എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ടാനി ഞാനൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നിട്ട് അവൻ നോക്കുന്നേ ഇല്ല. അവൻ കംപ്ലീറ്റ് ഇതിൻ്റെ അങ്ങോട്ട് അലിഞ്ഞു പോയിക്കുന്നത്. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എന്തായാലും വന്നതെന്തായാലും വേർത്തിട്ടായി. കാരണം കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം തന്നെയാണല്ലോ. അവന് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കാണുന്നത് നയാഗ്ര ഫാൾസ് ആണ് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുള്ളാണ് കാണാനെന്നറിയോ. മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിട്ടുണ്ട്.
ആ വെള്ളം ഒഴുകുന്ന ആ ഭാഗത്ത് ചെറിയ റെയിൻബോ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കൂടെ ഉള്ളത് കനേഡിയൻസ് ആണ് കേട്ടോ. ഇവിടെയുള്ള ആളുകളാണ് നമ്മൾ കൂടെ കയറിയിട്ടുള്ളത്. അങ്ങനെ ഇതാ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ റൈഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇനി അടുത്ത ആളുകൾക്ക് പോകാനുള്ള റൈഡാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. ഞാനിത് കണ്ടപ്പോൾ ടാനിക്ക് കുറച്ച് നേരം കൂടി ഞങ്ങൾ കാണിച്ചു കൊടുക്കുമായിരുന്നു. കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമല്ലേ ഈ എയ്റോപ്ലെയിനും ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പത്തിൽ തന്നെ നമ്മളിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആകാശത്തൊക്കെ നോക്കി നിൽക്കുമായിരുന്നല്ലോ. അതൊക്കെ ഭയങ്കര രസമല്ലേ. ഇപ്പോഴാണെങ്കിലും ഞാൻ ചെയ്യും കേട്ടോ. ഇതിങ്ങനെ പോകുന്ന കാണുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ് ഈ സംഭവമൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിരിക്കുമായിരുന്നേ. പക്ഷേ അത്ര അങ്ങോട്ട് ക്ലാരിറ്റി നമുക്ക് കിട്ടിയില്ല. പക്ഷെ അവരിവിടെ പെൻഡ്രൈവിൽ നമുക്ക് തരും എന്ന് പറഞ്ഞ്, പക്ഷേ അതെടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് നമ്മൾ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും കൂട്ടിയിട്ട് ഇവിടെ ഐസ്ക്രീം സ്റ്റോർ ഉണ്ട് അവിടെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അവരെ വീട്ടിൽ നിന്നാണ് കഴിച്ചത്. അങ്ങനെ ഇതാ ടാനിക്ക് അവരെ ഫ്രണ്ട്സിനെ കിട്ടിയ ഭയങ്കരമായിട്ട് അതാ ആള് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കറക്റ്റ് സൈസ് നോക്കി എടുത്തിട്ടുണ്ട്. Oh, Lucas. Where? Oh. You can use it if you want. മാമി നനവാണേ ഇരിക്കില്ലേ ഇതില്? Help Danny go get it. Okay. ഇത് മറ്റേ തുഴഞ്ഞ് കുബേരല്ലേ ദിലീപ് തുഴഞ്ഞിട്ട് എത്തണില്ലല്ലോ, അതുപോലെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് നയഗ്ര ഓൺ ദ ലേക്ക് എന്ന് പറയും. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ അധികം ഇവിടുത്തെ വീടുകളൊക്കെ ഭയങ്കര ഭംഗിയാണ്. അത് മാത്രമല്ല 1 മില്യൺ അങ്ങോട്ട് അപ്പുറത്തേക്കാണ് ഇവിടുത്തെ വീടുകളുടെ റേറ്റ് തന്നെ വരുന്നത്. ഇവിടെയുള്ള ആളുകളൊക്കെ ഭയങ്കര ലക്ഷറി ലൈഫായിട്ട് ഇവരുടെയൊക്കെ. അങ്ങനെ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു നല്ലൊരു ഐസ്ക്രീം സ്റ്റോറിലോട്ടാണ് കേട്ടോ. കൗസ് എന്ന് പറയും. ഇവിടുത്തെ ഒരു ഫേമസ് ഐസ്ക്രീം സ്റ്റോർ തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, സെമി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നല്ല ഐസ്ക്രീമാണെന്ന്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിച്ച് കയറിയതാണ്. എനിക്ക് എപ്പോഴുള്ളൊരു കൺഫ്യൂഷനാണ്, ഏതൊരു ഐസ്ക്രീം സ്റ്റോർ കയറിയാലും ഏത് വാങ്ങിക്കണം എന്നുള്ള, ഏത് ഫ്ലേവർ വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഇത്തവണ ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് വിചാരിക്കുന്നത്. ചിലപ്പം അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ അധികം ഞാൻ വാനില ഫ്ലേവറിൽ എത്താറാണ് കേട്ടോ പതിവ്. എന്തായാലും നല്ല തിരക്കുണ്ട് ഇവിടെ. രാത്രിയാണെങ്കിലും ഇവിടെ തണുപ്പത്തൊക്കെ എപ്പോഴും ഇവർ ഐസ്ക്രീം കഴിക്കും കേട്ടോ. എനിക്കൊക്കെ ഫസ്റ്റ് ഞാൻ വിചാരിക്കുന്നത് ഇതെന്താ തണുപ്പിൽ ഐസ്ക്രീം കഴിക്കുന്നത്. പക്ഷേ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാനും നല്ലൊരു വേറൊരു വൈബാണ് കേട്ടോ.
ഇവിടെ ഇവരുടെ തന്നെ വേറെയും കുറേ പ്രൊഡക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ആയിട്ടും വേറെയും കുറേ പ്രൊഡക്റ്റ് ഇവിടെ കാണുന്നുണ്ട്. കുക്കീസ് അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ ജസ്റ്റ് നോക്കിയെന്നുള്ളൂ കേട്ടോ, ഒന്നും വാങ്ങിക്കുന്നൊന്നുമില്ല. നമ്മൾ ഏതായാലും ഐസ്ക്രീം കഴിക്കാനല്ലേ വന്നേ, അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ടാനി ഇത് കണ്ടിട്ട് അവനിതൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈസിൽ ഞാനിതൊക്കെ ഇവിടെ വെച്ചിട്ട് സൈഡിലോട്ട് പോട്ടെ. ഇത് നമ്മളെ ഫ്രണ്ടാണ് ജൂബി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ 3 ഐസ്ക്രീം വാങ്ങിച്ചിട്ടോ. ഒന്ന് കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവർ ആയിരുന്നു, ഒന്ന് വാനിലയും ഒന്ന് ചോക്ലേറ്റും ആണ് വാങ്ങിച്ചത്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമായി, പക്ഷേ എനിക്ക് ഒരു സ്കൂപ്പാണെങ്കിലും അത് കംപ്ലീറ്റ് കഴിക്കാൻ പറ്റൂല കേട്ടോ. ടാനി ഇങ്ങനെ സ്പൂണൊക്കെ വെച്ച് എടുത്ത് കഴിക്കുന്നുണ്ട്. അവനൊന്നും കംപ്ലീറ്റ് അവനും കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്ന ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളത്. പക്ഷെ ടാനി കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേറെ ഓർഡർ ചെയ്ത്. എന്തായാലും സംഭവം ടേസ്റ്റുള്ള ഐസ്ക്രീമൊക്കെ തന്നെയായിരുന്നു. എനിക്കിങ്ങനെ ഭയങ്കര തണുപ്പുള്ളതുകൊണ്ടേ ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ടൈം എടുത്ത് ഇങ്ങനെ കഴിക്കണം. പക്ഷേ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ടൈം എടുത്ത് കഴിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. സെമി ഭയങ്കര ഐസ്ക്രീം കഴിക്കുന്ന ആളാണ്. സെമിക്ക് അതൊക്കെ പറ്റും. ഒറ്റയടിക്ക് സെമി ഐസ്ക്രീമൊക്കെ തീർക്കും. അങ്ങനെ എല്ലാവരും കൂടി ആയപ്പോൾ നല്ലൊരു വൈബുണ്ട്. ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഫ്രണ്ട്സിന് ഇന്നാണ് കാണുന്നത്. 2-3 ദിവസം എടുത്തു കഴിഞ്ഞ് വീട്ടിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. എനിക്ക് പുറത്തിറങ്ങാൻ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു, കാരണം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് പുറത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. ഇറങ്ങാനുള്ളൊരു സമയം, ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ ടാനിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. ഇനി അതിൻ്റെ കുറേ ഒരുക്കങ്ങളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി ഞാൻ അടുത്ത വീഡിയോ ടാനിയുടെ ബർത്ത്ഡേ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു നൈറ്റ് ചെയ്താലും അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് ഒരു ഡേ കംപ്ലീറ്റ് പുറത്ത് തന്നെ ആയിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള ഒരു ദിവസമായിരുന്നു. ഇന്ന് എന്തായാലും ടാനി ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഫ്രണ്ട്സായിട്ടും അങ്ങനെയൊക്കെ അവന് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയിട്ട് ഡിന്നർ ജസ്റ്റ് മാഗി നൂഡിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതിന് ബുൾസൈ ഉണ്ടാക്കുന്നുണ്ട്. രാവിലെയും ഞാനിപ്പോഴാണ് ഓർക്കുന്നത്, രാവിലെയും നമ്മൾ ബുൾസൈ ചെയ്യുന്നായിരുന്നു. ഇന്നപ്പോൾ നല്ല മുട്ട കഴിച്ചിട്ടുണ്ട്. ടാനിക്ക് എപ്പോഴും ബുൾസൈ ഉണ്ടാക്കുമ്പോൾ ഈ ഉപ്പിടണം, അതൊക്കെ അവന് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവന് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ സമയം നോക്കിയേ, രാത്രി നട്ടപ്പാതിരായിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ ശരി.